ओम शांति पत्रपुष्पम गुलजार दादी का क्लास ആണ് वरदानों को स्वरूप में लाने की विधि बुद्धि की स्वच्छता വരദാനങ്ങളെ സ്വരൂപത്തിൽ കൊണ്ടുവരാനുള്ള വിധി ബുദ്ധിയുടെ സ്വച്ഛതയാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് दुनिया में अगर वरदान प्राप्त करना होता है तो कड़ी तपस्या करनी पड़ती है. ലോകത്തിലെ വരദാനങ്ങൾ പ്രാപ്തമാക്കാൻ കടുത്ത തപസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മസ്തക് ഝുഖാന പടുത്താ ഹെ, തല കുനിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വരദാനം വേണമെങ്കിൽ ഒന്നല്ലെങ്കിലോ കടുത്ത തപസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ. ലേക്കിൻ ഹംകോ വരദാൻ ലേനാ ഹെ തോ ഹമേ ക്യാ കർനാ ഹെ. പക്ഷെ നമുക്ക് വരദാനം എടുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ബാപ്നെ ഭിന്ന ഭിന്ന മുരളിയോ മേ യഹ സ്പഷ്ട കിയാ ഹെ. ഇത് ബാബ ഭിന്ന ഭിന്ന മുരളിയിൽ സ്പഷ്ടീകരിച്ചിട്ടുണ്ട്. വരദാൻ ലേനെ കെ ലിയെ, വരദാൻ അനുഭവ കർനെ കെ ലിയെ, വരദാനം എടുക്കാനും വരദാനങ്ങൾ അനുഭവം ചെയ്യാനും മൻ ഓർ ബുദ്ധി ആധാർ ഹെ. അതിനാധാരം നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയുമാണ്. उसके लिए एक तो हमारा मन एकाग्र होना चाहिए. ആദ്യം നമ്മുടെ മനസ്സ് ഏകാഗ്രമാകണം. ഏകാഗ്രത से कोई भी चीज किसी में डाली तो धारणा हो सकती है. ഏകാഗ്രതയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ധാരണയിൽ വരും. हमारा मन अगर एकाग्र नहीं है, हलचल में है, നമ്മുടെ മനസ്സ് ഏകാഗ്രമല്ല, നമ്മുടെ മനസ്സ് ഇളകുകയാണ്. हम वरदान सुनेंगे, बाबा हमें वरदान देगा. മനസ്സ് ഏകാഗ്രമല്ല, മനസ്സ് ചഞ്ചലമാണ്. അപ്പൊ വരദാനം ചെവി കൊണ്ട് കേൾക്കും, ബാബയും വരദാനം തരും. സുന്നേ മേ ബഹുത് അച്ഛാ ലഗേഗ, കേൾക്കുമ്പോഴും നമുക്കത് വളരെയധികം ഇഷ്ടപ്പെടും. ലേക്കിൻ അന്തർ ഉസ്കാ ഫൽ നഹി മിൽ സക്കേഗ, പക്ഷെ അതിന്റെ ഫലം നമുക്ക് ഉള്ളില് അനുഭവം ചെയ്യാൻ കഴിയുകയില്ല. യഹ വരദാൻ തോ ലിഫ്റ്റ് കാ കാം കർത്താ ഹെ. വരദാനം ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കും. സുന്ന അലഗ് ചീജ് ഹെ, സ്മൃതി സ്വരൂപ് ബന്ന അലഗ് ചീജ് ഹെ. കേൾക്കുക എന്നത് വേറെ കാര്യം, പിന്നെ സ്മൃതി സ്വരൂപമാകുക എന്നത് വേറെ കാര്യം. उसमें सिर्फ अटेंशन देने की जरूरत है. അവിടെ നമുക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമാണ് ഉള്ളത്. तो वरदान की धारणा के लिए, वरदाനം ധാരണ ചെയ്യാൻ एक तो मन की एकाग्रता चाहिए, दूसरा बुद्धि क्लीन और क्लियर हो. ഒന്ന് മനസ്സിന് ഏകാഗ്രത വേണം, രണ്ട് ബുദ്ധി ക്ലീൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. अगर बुद्धि में जरा भी सफाई नहीं है और क्लियर नहीं है, बुद्धिയിൽ ശുദ്ധതയില്ല, ബുദ്ധി ക്ലിയർ അല്ല എങ്കിൽ വരദാൻ की धारणा नहीं हो सकती, വരദാനം ധാരണയാകില്ല. പിന്നെ भोलानाथ को अगर राजी करना है तो, നിഷ്കളങ്കനായ ബാബയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ उसकी सहज विधि, അതിനുള്ള എളുപ്പ മാർഗമാണ് സച്ചായി और സഫായി, സത്യതയും ശുദ്ധതയും. सच्ची दिल से जो भी अपनी कमजोरियां हैं उसे महसूस करे. സത്യസന്ധമായ മനസ്സോടുകൂടി സ്വന്തം ബലഹീനതകളെ നിങ്ങൾ തിരിച്ചറിയൂ. കുച്ച് ന കുച്ച് തോ സഭി സെ കംജോറി ഹെ. എന്തെങ്കിലുമൊക്കെ പോരായ്മകളും ബലഹീനതകളും എല്ലാവരിലും ഉണ്ട്. പുരാണ സംസ്കാർ ജിസ്കോ ഹം നേച്ചർ കഹ ദേത്തെ ഹെ. പഴയ സംസ്കാരം, അതിനെ നമ്മൾ നേച്ചർ എന്ന് പറയുന്നു. ഉസ് നേച്ചർ കോ ഭലേ ഹം ദൂസറോ മേ छिपाए वो बात दूसरी है. ആ സംസ്കാരം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മറച്ചു വെക്കും, അത് വിഷയം വേറെ. ബാബാക്കെ ആകെ സ്പഷ്ട ഹോ, പക്ഷെ ബാബയുടെ മുന്നിലോ സ്പഷ്ടമായിരിക്കണം. ബാബാക്കോ അപ്ന ദിരാരാം സമജ്കർ മെഹസൂസതാ സേ മിഠാനെ ചാഹത്തി ഹോ. ബാബയാണ് എൻ്റെ മനസ്സിന് ആശ്വാസം തരുന്നത്. അതുകൊണ്ട് ബാബയെ എൻ്റെ മനസ്സിന് ആശ്വാസം തരുന്ന
ബാബയാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ സംസ്കാരത്തെ, പഴയ സംസ്കാരത്തെ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ദൃഢദാസി സുനാവ്, ആ ഒരു ദൃഢതയോടുകൂടി ബാബയോട് പറയണം. അതായത് എൻ്റെ സംസ്കാരത്തിനെ മാറ്റണം എന്ന ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഈ സംസ്കാരം എനിക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്, ഈ സംസ്കാരം എനിക്ക് ദോഷം ചെയ്യുന്നതാണ്, അതൊന്ന് മനസ്സിലാക്കിയിട്ട് സ്പഷ്ടമായി ബാബയോട് നമ്മൾ പറയണം. ऐसे नहीं बाबा को सुना दो, एक मेरी कमजोरी है आप मिटा दो. അല്ലാതെ ബാബയുടെ അടുത്ത് പറയുന്നു, ബാബ ഇതെന്റെ കുഴപ്പമാണ്, ഇതെന്റെ ദുർബലതയാണ്, ഇതെന്റെ ദൗർബല്യമാണ്, ബാബ ഇതെങ്ങനെയെങ്കിലും മാറ്റിത്താന്ന് അല്ല. ബാബ कहते हैं मैं मदद तो करता हूँ पर मिटाना तो आपको ही पड़ेगा. ബാബ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ സംസ്കാരം മാറ്റാൻ ഞാൻ സഹായിക്കും, പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളാണ്. മനസ്സിലായോ എന്താണ് സൂക്ഷ്മമായ കാര്യം? ബാബയോട് പറഞ്ഞ ബാബ അങ്ങ് മാറ്റെന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും അനങ്ങാതിരുന്നേ എങ്ങനെ? എനിക്ക് ബോധ്യം വന്നു ഇതെന്റെ വീക്ക്നെസ് ആണ് എന്ന്. ബാബയ്ക്ക് പണി കൊടുക്കുകയല്ല വേണ്ടത്, പകരം അതിനെ മാറ്റാൻ ഞാനും കൂടി ശ്രമിക്കണം. അപ്പോൾ ബാബ സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ്, कोई भी कमी है तो वह दिल में अंदर बार बार खाता जरूर है. എന്തെങ്കിലും ബലഹീനത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിനെ നീർറ്റും. അത് എൻ്റെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് അത് നീറ്റിപ്പിക്കും, അല്ലേ? അങ്ങനെ നീറും മനസ്സിന്, ഈ ഒരു കുറവെനിക്കുണ്ട് എന്ന്. लेकिन उसे समाप्त करने के लिए महसूसदा और दृढ़ता से संकल्प करे. പക്ഷെ അതിനെ സമാപ്തമാക്കണമെങ്കിൽ തിരിച്ചറിവോടുകൂടി ദൃഢസങ്കല്പം എടുക്കണം. बाबा को कहे, बाबा आप मुझे मदद करो, मैं इसे खत्म करके दिखाऊंगी. ബാബയോട് പറയണം, ബാബയുടെ സഹായത്തോടു കൂടി ഞാൻ തീർച്ചയായും ഈ പോരായ്മയെ, ഈ ദുർബലതയെ ഞാൻ മാറ്റുക തന്നെ ചെയ്യും. ദൃഢത तो हमको ही धारण करना पड़ता है. ദൃഢത നാം സ്വയം ധാരണ ചെയ്യേണ്ടതായിട്ടുണ്ട്. सच्चाई और सफाई से हम बाबा को अपना बना सकते हैं. ബാബയെ നമ്മുടേതാക്കാൻ സത്യത, ശുദ്ധത, ഈ രണ്ടും ഉണ്ടെങ്കിൽ ബാബയെ നമ്മുടേതാക്കാൻ സാധിക്കും. जो संस्कार जो मोटे मोटे तो खत्म हो गए हैं. നമ്മുടെ ബാഹ്യമായ സംസ്കാരങ്ങളെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. സൂക്ഷ്മ രൂപ के संस्कार पुरुषार्थ में गैलप नहीं करने देते हैं. സൂക്ഷ്മത്തിലുള്ള സംസ്കാരം പുരുഷാർത്ഥത്തിൽ പിക്കപ്പ് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നില്ല. പുറമേയുള്ള സംസ്കാരത്തിൽ മാറ്റം വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ വാ അടയ്ക്കും, നമ്മള് വഴക്കാകുന്നു, പ്രശ്നം വരുന്നു, വാ അടച്ചു, അത് ബാഹ്യമായത്. പക്ഷെ ഉള്ളിൽ എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? അവിടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ചിലർക്ക് സംസ്കാരം ഉണ്ടാകും, പിറുപിറുക്കുന്ന സംസ്കാരം ഉണ്ടാകും. അപ്പൊ ആ സംസ്കാരം ചിലപ്പോൾ മാറ്റിയെന്നിരിക്കും, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ശാന്തമാണോ? അതാണ് ദാദി പറയുന്നത്. അങ്ങനെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ ലേറ്റായിട്ട് വന്ന നമുക്ക് നേരത്തെ വന്നവരുടെ കൂടെ എത്തിപ്പറ്റാൻ സാധിക്കില്ല, ഗാലപ്പ് ചെയ്യാൻ പറ്റില്ല. जो मैं बुद्धि से करना चाहूं बुद्धि और कहां भटके नहीं. ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഞാൻ ചെയ്യണം. എൻ്റെ ബുദ്ധി എനിക്ക് പിടിതരുന്നില്ല, എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിക്കുന്നതിൽ പിടിതരുന്നില്ലെങ്കിൽ എന്താണ്? ഉസ്കോ കഹാ ജാതാ ഹൈ തീവ്ര പുരുഷാരത്. അങ്ങനെയുള്ളവർക്ക് തീവ്ര പുരുഷാർത്ഥം ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ സംസ്കാരം ഭവ പറയുന്നതിലേക്കാണെങ്കിൽ പറയാം തീവ്ര പുരുഷാർത്ഥം എന്ന് പറയാം. ആഗ്രഹിക്കുന്നു ഒന്ന്, എൻ്റെ മനസ്സ് ഒരിടത്ത് അലയുന്നു, എൻ്റെ ബുദ്ധി ഒരിടത്ത് അലയുന്നു, എൻ്റെ സംസ്കാരം പഴയ സംസ്കാരങ്ങൾ വരുന്നു എങ്കിൽ അതെങ്ങനെ തീവ്ര പുരുഷാർത്ഥം എന്ന് പറയാൻ സാധിക്കും? മൂന്നാമത്തെ പോയിന്റ് ആണ്, हर साल हम बाबा से वायदा करते हैं अभी हम करके ही दिखाएंगे. ഓരോ വർഷവും നാം ബാബയോട് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ബാബ ഞാൻ ചെയ്ത് കാണിക്കും എന്നല്ലേ. ഏതൊക്കെ സമയത്ത് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്? പ്രത്യേകിച്ച് ശിവരാത്രിക്ക് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്,
രക്ഷാബന്ധനത്തിന് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഇനിയും പല അവസരങ്ങളും പ്രതിജ്ഞ എടുക്കുമ്പോൾ എന്ത് പറയും? ബാബ ഞാൻ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും എന്നാണ്. അഭി ഹം അപ്നെ ആപ് സെ പൂഛെ, ഇനിയിപ്പം നാം നമ്മോട് ചോദിക്കണം, जो बाबा से पिछले साल वायदा किया उसे कहां तक निभाया है? കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ത് പ്രതിജ്ഞ ചെയ്തോ അത് എത്രത്തോളം ഞാൻ പ്രാവർത്തികമാക്കി എന്ന് നോക്കണം. हमारे जो सूक्ष्म संस्कार है जिसको नेचर कहे वो पुरानी नेचर खत्म हुई. എന്റെ സൂക്ഷ്മമായ സംസ്കാരം, അതിനെ ഞാൻ പറയുന്നു പഴയ സംസ്കാരം എന്ന്, അതിനെ ഞാൻ ഇല്ലാതാക്കിയോ? നാലാമത്തെ പോയിന്റ് ആണ്, ഹർ കദമേ ബാബ ഹമേ കോയി ന കോയി ശക്തി ദേത്താ ഹേ. ഓരോ ചുവടിലും ബാബ എന്തെങ്കിലും ഒക്കെ ശക്തികൾ തരുന്നുണ്ട്. ഓ ശക്തി ഹമാരെ ജീവൻ കാ ആധാർ ഹോനി ചാഹിയേ. ആ ശക്തി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. ജിസ് സമയം ജിസ് ശക്തിക്ക് ആവശ്യത ഹേ, ഏത് സമയത്ത് ഏത് ശക്തി ആവശ്യമുണ്ടോ ഉസ് സമയം ഓ ശക്തി സാരെ കാം ഹമാരെ കാം ആയേ. ആ സമയത്ത് ആ ശക്തി നമുക്ക് പ്രയോജനപ്പെടണം. ജैसे बाबा ने वरदान दिया कि सब बच्चे मेरे राजे बच्चे हो. ബാബ വരദാനം തന്നു, എല്ലാ മക്കളും എൻ്റെ രാജാ മക്കളാണ് എന്ന്. ആപ് അപ്ന മാലിക് ഹോ ഇസ് കർമ്മേന്ദ്രിയം കോ, നിങ്ങൾ ഓരോരുത്തരും യജമാനനാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക്. पहला वरदान स्वराज्य अधिकारी भव कर दिया. ആദ്യത്തെ വരദാനം ബാബ തന്നത് സ്വരാജ്യ अधिकारी भव. यह वरदान जिस समय चाहिए उस समय काम में आता है. ഈ വരദാനം ഏത് സമയത്ത് ആവശ്യമുണ്ടോ ആ സമയത്ത് പ്രയോജനപ്പെടുന്നുണ്ടോ? ഏത് വരദാനം? സ്വരാജ്യ അധികാരി ഭവ എന്ന വരദാനം സമയാസമയം എനിക്ക് കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അഗ സമയ പർ കാമേ നഹി ആതാ ഹേ തോ കാരൺ ക്യാ ഹേ. സമയത്തിന് കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ കാരണം എന്താണ്? ജറൂർ ഹമാരാ മൻ ബുദ്ധി ക്ലീൻ ഓർ ക്ലിയർ നഹി ഹേ. കാരണം എന്റെ മനസ്സ് എന്റെ ബുദ്ധി ക്ലീൻ അല്ല, ക്ലിയർ അല്ല. 5 बाबा हर एक बच्चों को उसी नशे में देखना चाहते हैं. ബാബ ഓരോ മക്കളെയും ഈ ലഹരിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. कोई पूछे कि भगवान कहाँ रहता है तो आप फलक से कह सके कि भगवान तो मेरे दिल में रहता है. ഭഗവാൻ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വളരെ ലഹരിയോടുകൂടി പറയണം, ഭഗവാൻ എന്റെ ഹൃദയത്തിലാണ് എന്ന് പറയണം. അഗർ कोई रावण की चीज आपके दिल में है तो वहां बाबा कैसे रहेगा? രാവണന്റെ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ വെച്ചാൽ അവിടെ എങ്ങനെ ബാബ വന്നിരിക്കും? ഇതനെ ഹമാരി ദിൽ സാഫ്, അത്രമാത്രം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. പുരാണ സംസ്കാരം സെ മുക്ത് ഹോനി ചാഹിയേ, പഴയ സംസ്കാരങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. തബ് വരദാൻ സ്വരൂപമേ സമായേക, എങ്കിൽ മാത്രമേ വരദാനം സ്വരൂപത്തിന്റെ രൂപത്തിൽ നമ്മിൽ ഉണ്ടാകുകയുള്ളൂ. ഓർ സമയ പർ കാമേ ആയേക, സമയത്തിന് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. 6 ജഹാ ഭി ഹം രഹത്തെ ഹേ വഹാ ഹമാരാ പേപ്പർ ഹാൾ ഹേ. നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടെയാണ് നമ്മുടെ പേപ്പർ ഹാള്. ഇപ്പൊ നമുക്ക് ലൗകികത്തിലെ ബന്ധങ്ങളൊന്നും ഇല്ല, പക്ഷെ സെന്ററിലായിരിക്കും നമുക്ക് പല രീതിയിൽ ടെസ്റ്റ് പേപ്പർ വരുന്നത്. അപ്പം എന്താണത്? പേപ്പർ ഹാള്. എവിടെ താമസിക്കുന്നോ എവിടെ ജീവിക്കുന്നോ അതാണ് നമ്മുടെ പേപ്പർ ഹാൾ. മഹാ ഹമാര പേപ്പർ ഹോനാ ഹി, അവിടെയാണ് നമുക്ക് പരീക്ഷ പേപ്പർ വരിക. ജിൻസെ കണക്ഷൻ ഹേ ഉൻസെ ഹി പേപ്പർ ഹോത്താ ഹേ. ആരുമായിട്ടാണോ നമുക്ക് കണക്ഷൻ ഉള്ളത് അവരുടെ അടുത്താണ് നമുക്ക് ടെസ്റ്റ് പേപ്പർ വരിക. ഇസിലിയേ അഗർ വരദാൻ പ്രാപ്ത കർണാ ഹേ തോ, വരദാനം പ്രാപ്തമാകണമെങ്കിൽ उसके लिए पहली चेकिंग होनी चाहिए. എന്താണ് ആദ്യത്തെ പരിശോധന വേണ്ടത്? ബാബയിൽ നിന്നും വരദാനം പ്രാപ്തമാക്കാനായി നമ്മൾ പരിശോധിക്കേണ്ടത് कोई भी पुराना कमजोर संस्कार छिपा हुआ ना हो. പഴയ ബലഹീനമായ ഒരു സംസ്കാരവും എൻ്റെ ഉള്ളിൽ പാത്തും പതുങ്ങിയും ഉണ്ടാകാൻ പാടില്ല. അഗർ कोई कमजोर संस्कार नाम मात्र भी है, ഏതെങ്കിലും ബലഹീന സംസ്കാരം പേരിനെങ്കിലും ഉണ്ടെങ്കിൽ
വരദാൻ സുന്നേ മേ ഭലേ അച്ഛാ ഭി ലഹേ. വരദാനം കേൾക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും, ലേക്കിൻ കാം മേ നഹി ആയേഗ. പക്ഷെ ആ വരദാനം ജീവിതമാക്കാൻ സാധിക്കുകയില്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ബലഹീനമായ പഴയ സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സ് ബുദ്ധി എന്തല്ല, ക്ലീനോ ക്ലിയറോ അല്ല. മനസ്സ് ചഞ്ചലം, ബുദ്ധി ക്ലിയർ അല്ല. പഴയ സംസ്കാരം ബലഹീനതയുടെ രൂപത്തിൽ വരുന്നുണ്ട്. അഗർ कोई भी कमी है मानो ആലസ്യ ഹി ഹെ. എന്തെങ്കിലും ബലഹീനതയുണ്ടോ, ഉദാഹരണത്തിന് അലസതയുണ്ടെന്നിരിക്കട്ടെ. ഡോണ്ട് കെയർ ക സംസ്കാര. ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ് ആണ്, അവഗണിക്കുക. അവഗണിക്കുന്ന സംസ്കാരമുണ്ട്, അലസതയുടെ സംസ്കാരമുണ്ട്. സമാനയ്ക്ക് ശക്തി നഹി ഹെ. ഒന്നും ഉൾക്കൊള്ളാനുള്ള ശക്തിയില്ല. तो यह कमी भी हमको धोखा दे देती. ഈ പോരായ്മ എന്നെ ശരിക്കും ചതിക്കും എന്നാണ്. അലസത, പിന്നെന്താണ്? ഡോണ്ട് കെയർ, അവഗണന, പിന്നെന്താണ്? ഉൾക്കൊള്ളാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, അങ്ങനെ അവർ പൊട്ടിത്തെറിക്കുക, എനിക്ക് മറുപടി കൊടുക്കുക, അവര് ദേഷ്യം വിടുക, അവര് മൂക്കിന്റെ തുമ്പ്. ഈ 3 സംസ്കാരം നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇതന്നെ നിങ്ങളെ ചതിക്കും. വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ്? അലസത, അവഗണന, പിന്നെ ഏതാണ് സംസ്കാരം പറഞ്ഞത്? ഉൾക്കൊള്ളാനുള്ള ശക്തി ഇല്ലാത്തത്. 7ാമത്, അഗർ ഹമേ സർവശക്തിയോ കാ വരദാൻ ലേനാ ഹേ. സർവശക്തികളുടെ വരദാനം എടുക്കണമെങ്കിൽ സർവഗുണ സമ്പന്ന ബന്നാ ഹേ. സർവഗുണ സമ്പന്നമാകണം. तो सब प्राप्तियां जीवन में चाहिए. എല്ലാ പ്രാപ്തികളും ജീവിതത്തിൽ വേണം. अगर मर्यादा में कोई कमी है तो हम समान और संपन्न नहीं कर सकेंगे. ഈശ്വരീയ മര്യാദകളിലും എന്തെങ്കിലും നമ്മൾ പോരായ്മകൾ കാണിച്ചാൽ, എന്തെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച കൊടുത്താൽ എന്താകും? പിന്നെ സമാനവും സമ്പന്നവുമാകാൻ സാധിക്കില്ല. ബ്രഹ്മബാബ आपने कितना मर्यादा धारणा की. ബ്രഹ്മബാബ മര്യാദകൾ എന്തുമാത്രം ജീവിതത്തിൽ പകർത്തി. ലാസ്റ്റ് ദിൻ തക് ബി കിത്തനെ പത്ര ലിഖേ. ലാസ്റ്റ് ദിവസം വരെ, അന്ന് വന്ന കത്തിന് വരെ മറുപടി, എല്ലാ കത്തിനും മറുപടി കൊടുത്തിട്ടാ പോയ ബാബ. कोई ദിനചര്യ ലാസ്റ്റ് ദിൻ തക് മിസ് നഹി കി. ദിനചര്യ അവസാന ദിവസം വരെ ബ്രഹ്മ ബാബ മിസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് രാത്രി को क्लास कराकर बाबा ने अव्यक्त रूप धारण किया. ലാസ്റ്റ് മിനിറ്റ് രാത്രി ക്ലാസ് വരെ കഴിഞ്ഞിട്ടാണ് ബാബ എന്തായത്? അവ്യക്തമായത്. ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് അച്ഛാ ബച്ചേ വിദായി, ശരി മക്കളെ ഞാൻ പോവാന്നും പറഞ്ഞിട്ടാണ് ബാബ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ടാണ് എന്തായത്? അവ്യക്തമായത്. നോക്കൂ. तो സമാൻ ബന്നമാന ഗുണോ ശക്തിയും പൂരേ ധാരണ ഹോ. സമാനമാകണമെങ്കിൽ ഗുണങ്ങളും ശക്തികളും പൂർണ്ണമായും ധാരണ ചെയ്യും. अमृत वेले से लेकर रात्रि तक जो भी श्रीमत है मर्यादाएं हैं. അമൃതവേള മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തെല്ലാം ശ്രീമതം ഉണ്ടോ, എന്തെല്ലാം മര്യാദകൾ ഉണ്ടോ, വിധിപൂർവക പാലനം, അത് വിധിപൂർവം പാലിക്കണം. तो वरदान को स्वीकार करके स्वरूप में लाना. വരദാനങ്ങൾ സ്വീകരിച്ച് സ്വരൂപത്തിൽ കൊണ്ടുവരിക. ഇസെ ചെക്ക് കറോ. അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. സ്വരൂപേ വർണ്ണൻ കർണ നഹി ഹോത്താ ഹെ. സ്വരൂപമാകുമ്പോൾ വർണ്ണിക്കേണ്ടി വരുന്നില്ല. സ്വരൂപന്ന ഹോത്താ ഹെ. സ്വരൂപം എന്ന് വെച്ചാൽ ആകുകയാണ് വേണ്ടത്, അല്ലാതെ വർണ്ണിക്കുകയല്ല. 8 മമ്മാക്ക ഏക് ഹി ശബ്ദ. മമ്മയുടെ ഒറ്റ ഒരു വാക്ക് എന്താണ്? ബാബ കാ കഹന മേരാ കർണ. ബാബ പറഞ്ഞത് ഞാൻ ചെയ്യണം. ബാബ പറഞ്ഞു, ഞാൻ ചെയ്യും. അതുകൊണ്ടല്ലേ ലാസ്റ്റ് ദിവസം ബാബ മുന്തിരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ മമ്മ ഹാഞ്ചി എന്നാ പറഞ്ഞത്. കൈക്കൊട്ടും കയ്യായിരുന്നു. എന്നിട്ടും മമ്മ എന്ത് ചെയ്തു? കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ബാബ പറയണം, ഞാൻ ചെയ്യണം. മമ്മ ഏസി ഫർമാൻദാർ വഫാദാർ രഹി. അത്രമാത്രം മമ്മ സത്യസന്ധവും അനുസരണയുമുള്ള കുട്ടിയായിരുന്നു. कोई बात नहीं चलती है लेकिन बाबा के मुख से जो निकला वो करना ही है. ചില കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മമ്മയ്ക്ക്, പക്ഷേ ബാബ പറഞ്ഞ അത് ചെയ്യണം. അതാണ് മമ്മയുടെ ലക്ഷ്യം. ഹോനാ ഹി ഹേ. ചെയ്യുക തന്നെ വേണം. ऐसे निश्चय പ്രാക്ടിക്കൽ ലൈഫ് മേ. നമ്മളും നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ അത്രമാത്രം നിശ്ചയം വേണം.
हम लोगों को भी मदर फादർ को ഫോളോ करना है. നമ്മൾ ഓരോരുത്തരും മാതാപിതാവിനെ അനുകരിക്കണം. ബാബ के एक एक वरदान में कितनी ताकत भरी हुई है. ബാബയുടെ ഓരോ വരദാനത്തിലും എന്തുമാത്രം ശക്തി നിറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? वो ताकत समय पर हमें काम आए. ആ ശക്തി നമുക്ക് സമയാസമയം പ്രയോജനപ്പെടണം. इसके लिए അതിനു വേണ്ടി मन की ഏകാഗ്രത, മനസ്സിന്റെ ഏകാഗ്രത, ദൃഢത, ബുദ്ധിയുടെ ക്ലീനിനെസ്, ബുദ്ധിയുടെ ശുദ്ധി, ബുദ്ധിയുടെ ശുദ്ധിയും വേണം, ബുദ്ധി ക്ലിയറും ആയിരിക്കണം. वो हम सब चेक करें और चेंज करें. അത് ചെക്ക് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. दूसरा ചേഞ്ച് में सहयोग दे सकता है. പിന്നെ നിങ്ങൾ പരിവർത്തനപ്പെടുന്നു എങ്കിൽ അതിന് സഹയോഗം കിട്ടും. लेकिन फिर भी चेंज खुद को ही करना पड़ेगा. പക്ഷേ മാറേണ്ടതാരാണ്? സ്വയം മാറണം. സ്വയം മാറാൻ തയ്യാറായാൽ, സ്വയം മാറാം എന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടായാൽ ബാബ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അച്ഛാ, ഓം ശാന്തി.